എടാ ലുട്ടാപ്പി, ലുട്ടാപ്പി, കുരുത്തം കെട്ട കുട്ടിച്ചാത്തൻ എവിടെ പോയി? എന്താ ഡാഗണി കിടന്ന് തൊണ്ട പൊട്ടിക്കുന്നത്? കാര്യം പറ. ഹോ, കാര്യം പറയാത്തതിൻ്റെ കുറവാ. സ്വന്തമായിട്ടൊരു കുന്തമില്ലാത്തതിൻ്റെ കുഴപ്പമല്ലേ ഇത്? എന്തു കുഴപ്പം? എങ്ങോട്ടെങ്കിലും ഒന്ന് പോണമെങ്കിൽ ആ കുട്ടിച്ചാത്തൻ്റെ കാല് പിടിക്കണം. ഓ, അതാണോ പ്രശ്നം? എന്താ അതത്ര നിസ്സാരമാക്കിയത്? ഇത്രയും കാലമായിട്ട് സ്വന്തമായൊരു വാഹനം വേണമെന്ന ചിന്ത ഉണക്കത്തേങ്ങ പോലുള്ള ഈ തലയ്ക്കകത്ത് തോന്നിയോ? പൂർണ്ണ ചന്ദ്രനെ പോലെ ശോഭിക്കുന്ന എൻ്റെ തലയെ ഉണക്കത്തേങ്ങയുമായി എങ്ങനെ ഉപമിക്കാൻ മനസ്സ് വന്നു? ലുക്ക് ഹിയർ. പുട്ടാലു അമ്മാവിൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ ഈ പെട്ടിയിൽ എന്താണെന്നാ വിചാരം? 1000 വാഹനങ്ങൾ മന്ത്രം ചൊല്ലി ഉണ്ടാക്കാൻ പറ്റുന്ന പുസ്തകമാ ഉള്ളത്. എങ്കിൽ 1000 വേണ്ട, ഒരു വാഹനം ഉണ്ടാക്ക്. ആ ലുട്ടാപ്പിച്ചക്കൻ്റെ കുന്തത്തിൽ കയറി മടുത്തു. ആ 8 കാലിയുടെ ഗമയോ അതാ സഹിക്കാൻ വയ്യാത്തത്. നേരം ലുട്ടാപ്പി 2 വിളി വിളിച്ച് അമ്മൂമ്മ കൂർക്കം വലിച്ചെന്ന് തോന്നുന്നു. 2നെയും കുന്തത്തിൽ കയറ്റിയെടുത്തു മടുത്തു. കുറേ നേരം അവിടെ ഇരിക്കട്ടെ, എനിക്ക് വേറെ പണിയുണ്ട്. സ്റ്റോപ്പ് സ്റ്റോപ്പ്. മാരകായുധങ്ങളുമായി തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതെങ്ങോട്ടാ? താനാരാ? ആപ് കോൻ ഹേ? ഞങ്ങൾ ഡിറ്റക്റ്റീവുകൾ ആരോടും പേര് വെളിപ്പെടുത്താറില്ല. എങ്കിലും തന്നോട് പറയാം, പേര് കേട്ട് ഞെട്ടരുത്. ഡിറ്റക്റ്റീവ് തുമ്പൻ. ആ, അത് കണ്ടപ്പോഴേ തോന്നി ഒരു തുമ്പില്ലായ്മ. താനെന്താ 2 കാലിൽ നിൽക്കുന്നത്? 2 കാൽ സ്റ്റെപ്പിനിയിലാണോ? ചേട്ടം, എനിക്ക് വെറും വയറ്റിൽ തമാശ കേൾക്കുന്നത് ഇഷ്ടമല്ല. ആയുധം താഴെയിടൂ. എൻ്റെ അമ്മയെ പട്ടി അടിക്കാൻ വരുന്നേ. ലുട്ടാപ്പി പേടിച്ച് കുന്തത്തിൽ ചാടിക്കേറി. പിന്നാലെ തുമ്പനും. തുമ്പൻ ഒറ്റ ജമ്പിന് കുന്തത്തിന്റെ പിൻസീറ്റിൽ. ഹാൻഡ്സ് അപ്പ്, ഡോണ്ട് മൂവ്. അലറി വിളിച്ച് ലുട്ടാപ്പി കുന്തത്തിൽ വട്ടം ചുറ്റി. അയ്യോ, ചെവി കടിച്ചു തിന്നല്ലേ. കുട്ടിച്ചാത്തന്മാരുടെ സ്പെയർ പാർട്സ് വാങ്ങാൻ കിട്ടില്ല പ്ലീസ്. എങ്കിൽ ഞാൻ പറയുന്നതനുസരിക്ക്. എനിക്ക് നിന്നെക്കുറിച്ചുള്ള സകല വിവരങ്ങളും അറിയാം. പേര് ലുട്ടാപ്പി, നാളെ ഉത്രാടം, ജോലി ഡ്രൈവർ ഓഫ് ഡാഗണി ആൻഡ് കുട്ടൂസൻ. ശരിയല്ലേ? ഞാൻ പറയുന്നതനുസരിച്ചാൽ ഉടലോട് നിനക്ക് താഴെ ഇറങ്ങാം. അല്ലെങ്കിൽ നിന്റെ ഓരോ സ്പെയർ പാർട്സും ഞാൻ കടിച്ചു മുറിച്ച് താഴേക്കെറിയും. അയ്യോ, അനുസരിക്കാമേ, പക്ഷെ മായാവിയെ പിടിക്കാൻ മാത്രം പറയരുത്. ആർക്ക് വേണം മായാവിയെ? നീ പറന്നു നടക്കുന്ന കൊക്കുകളുടെ പീച്ചേ ജാവോ. 2 കൊക്കിനെ പിടിച്ച് തിന്നിട്ട് ബാക്കി കാര്യം. എന്താ കുട്ടൂസ, കുറെ നേരമായല്ലോ. എലി പഴമ്പാള മുറിക്കുന്നത് പോലെ ഇരുന്ന് ഞെറുമൊന്നു. മന്ത്രം ഫലിക്കുന്നില്ലേ? ഹ്രീം ത്രിയംബം ബോം ഹ്രീം ഹ്രീം ത്രിയംബം ബോം ഹ്രോം ഹ്രീം ബോം ഹ്രോം ഹ്രീം ത്രംബം ബോം. കാറുമുറ ക്രീം ബോം ബോം. പെട്ടെന്ന് ഉഗ്രൻ മോട്ടോർ ബൈക്ക് മുൻപിൽ. ഹായ്, നോക്ക് ഡാഗണി, ഉഗ്രൻ വാഹനം. മോട്ടോർ ബൈക്ക്? അതിനെ കുട്ടൂസന് ഈ കുന്ത്രാണ്ട ഓടിക്കാൻ അറിയാമോ? ഒന്നും അറിയാനില്ല. ഇതോലോട്ട് ഇങ്ങനെ അങ്ങ് ചാടിക്കേറി ഇരിക്കണം. ഡാഗണി പുറകിൽ കയറി പിടിച്ചിരുന്നോണം. ഇനി നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നിടം വണ്ടിക്കറിയാം. അങ്ങോട്ട് പോയിക്കോളും. ഇത് കുന്തം പോലെ ആകാശത്തുകൂടി പോകുമോ? പിന്നെന്താ വിചാരിച്ചത്? ആകാശത്തിലൂടെയും ഭൂമിയിലൂടെയും വെള്ളത്തിലൂടെയും പോകും. എങ്കിൽ ആ ലുട്ടാപ്പിയുടെ മുമ്പിലൂടെ ഒന്ന് കത്തിച്ചു വിട്. അവൻ്റെ ഉണക്കക്കുന്തത്തിൻ്റെ വീര്യം ഞാനൊന്നു കാണട്ടെ. അത് വേണ്ട ഡാഗണി. ആ ലുട്ടാപ്പിച്ചാത്തൻ പുട്ടാലു അമ്മാവനോട് അങ്ങേരുടെ മാന്ത്രിക പുസ്തകം അടിച്ചു മാറ്റിയത് ഞാനാണെന്നെങ്ങാനും ചെന്ന് പറഞ്ഞാലോ? പിന്നെ പറഞ്ഞാൽ എന്തോ വരാൻ? ഒലക്ക. അയ്യോ, നമ്മൾ ഈ വണ്ടിയിൽ പുട്ടാലു അമ്മാവന്റെ മുമ്പിൽ ചെന്ന് പെട്ടാലത്തെ കഥ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ചിന്തിച്ചു നോക്കി എന്തോ ചെയ്യും അയാൾ? അയ്യോ, നമ്മൾ പുട്ടാലുവിന്റെ മുമ്പിലെത്തി. ഇതാണ് ഇതിന്റെ കുഴപ്പം. ഈ
ആ എവിടുന്ന് കിട്ടിയടാ നിനക്ക് എന്റെ ബൈക്ക് മാത്രം? നില്ലടാ അവിടെ. അയ്യോ, ജീവൻ വേണേൽ കത്തിച്ചു വിട്ടോ. പുട്ടാലുവിന്റെ കയ്യിൽ കിട്ടിയാൽ അവൻ സൂപ്പ് വയ്ക്കും. നില്ലടാ അവിടെ. ബൈക്ക് ഉപേക്ഷിച്ച് ഓടിയ ഡാഗണിയുടെയും കുട്ടൂസന്റെയും പിന്നാലെ പുട്ടാലു. എടാ ലുട്ടാപ്പി, എവിടാടാ നീ? വേഗം കുന്തവും കൊണ്ട് വാടാ മോനെ, പ്ലീസ്. നില്ലടാ കുട്ടൂസ, നിന്നെ ഞാൻ ഇന്ന് അടിച്ചു കൊല്ലും. ഈ നേരം തുമ്പൻ ലുട്ടാപ്പിയുടെ കുന്തത്തിലിരുന്ന് കൊക്കുകളെ പിടിക്കാനുള്ള ശ്രമത്തിൽ. എടി, ആ മൊട്ടത്തലേന്റെ പിന്നിൽ വാല് പോലെ തൂങ്ങിപ്പിടിക്കുന്നവനല്ലാടി ഇപ്പോൾ ഈ കുന്തത്തിൽ പോകുന്നത്. ഡേയ്, ഇടത്തോട്ട് താഴ്ത്തടേ. ഡൗൺ. കുറെ കൂടി ചേർത്ത് കൊണ്ടുപോ, കയ്യെത്തണ്ടേ. ഈ മുമ്പിലിരിക്കുന്ന വാലുമാക്രിയുടെ കണ്ണു നോക്കിയൊരു കൊത്തു കൊടുക്കടി. ഡേയ്, ആ പനയുടെ നേരെ കത്തിച്ച് വിടടേ. ആ പനം കയ്യിലിരിക്കുന്നതിനെ പിടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഹോ, ഇതിലും ഭേദം ആ ഡാഗണിയുടെയും കുട്ടൂസന്റെയും കൂടെ നടക്കുന്നതായിരുന്നു. ആരെയാണോ ഇന്ന് കണി കണ്ടത്? കുന്തം പനയോട് ചേർത്ത് വിടാം, കൊക്കിനെ പിടിച്ചോണം. യെസ്. ഏയോ, കുന്തം പനയിൽ തറച്ചു.